ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഈ കടക്കോട് തന്നെ കണ്ടോ, നല്ലൊരു ചൂടുകാലമായിട്ട് തണുപ്പുകാലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടായാലല്ലേ. മരത്ത് നന്നായിട്ട് ഒരുപാട് സാധനങ്ങൾ, കുറച്ചൊന്നുമല്ല ഒരുപാട്, പിന്നെ പല രൂപത്തിലുള്ള പല സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് മമ്മിയ തോന്നിപ്പോകും. അതുപോലെ സാധനങ്ങൾ ഉണ്ട്. അതുപോലെ ഇത് ഇവിടെ കണ്ടോ, ഒരു മരത്തിൻ്റെ എനിക്ക് തോന്നുന്നത് എന്തോ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് അതിന് ഒരൊറ്റ മരം കൂട്ടി യോജിപ്പിച്ചത് അങ്ങനെ എന്തോ ആണ്, ഒറ്റ മരത്തിൽ കൊത്തിയെടുത്തത് അങ്ങനെ എന്തോ ആണ്. എന്തായാലും നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗമൊക്കെ നല്ല ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഗൈഡ്. ഇതാണ് ഗൈഡ് എക്സിബിഷൻ. ഇത് വെട്ടിക്കളിക്കാൻ ഇന്നിപ്പോൾ ബഹ്റൈൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. കടക്കോടത്തിൻ്റെ ബാബിൻ്റെ അടുത്ത് നിന്നുള്ള ബഹ്റൈൻ്റെ മാപ്പ്. ജോഗ്രഫിക്കലി ഇത് ദുരത്തൽ ബഹ്റൈൻ. ഇതാണ് ദുരത്തൽ ബഹ്റൈൻ്റെ മാപ്പ്. ഇതെല്ലാമാണ് എക്സിബിഷൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതികളാണ്. ഇതാ ഉമ്മ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കുന്നതാണ്. കാരണം താഴത്ത് കുറച്ച് പിസ്തയും കടലെല്ലാം കിടക്കുന്നുണ്ട്. ഇതൊരു മദ്രസയാണ്. മദ്രസ ഖുർആൻ പഠന ക്ലാസ്. ഇത് നല്ല അതേ പഴയ കാലത്തെ ഊത്തുപള്ളി കണക്ക് ഇതിനൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ആൾക്കാർ ഇതിനകത്ത് ഖുർആനും ഇതെല്ലാം വായിക്കുന്നത്. ആ ഇരിക്കുന്നതാണ് ഉസ്താദ്. കുട്ടികളെല്ലാം കുടിക്കുന്നു. കുറേ ആൾക്കാർ ഇവിടെ ഖുർആനിങ്ങനെ ഓടുന്നുണ്ട്. പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഖുർആൻ ഓടുന്നതിൻ്റെ ഒരു സൗണ്ട് ഇവിടുന്ന് വരുന്നുണ്ട്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തത് കല്യാണമാണ്. കല്യാണത്തിന് ഒപ്പന കളിക്കുന്നതാണ്. ഒപ്പന ഇവരുടെ ഈ ഓരോ ഗോത്രങ്ങൾക്ക് ഓരോരോ കലകളുണ്ടല്ലോ. അത് നമുക്ക് ഇവർ കല്യാണത്തിൻ്റെ അന്ന് ഒപ്പന കളിക്കുന്നതാണ്. നടുവിൽ മണവാട്ടിരിക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ ഒരു ഒപ്പന, നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് മെഹന്തിയിലൊക്കെ പോലെ ഒപ്പന കളിക്കും പോലത്തുള്ളൊരു ഒപ്പനയാണ്. നടുവിലൊക്കെ മണവാട്ടിരിക്കുന്നുണ്ട്.
അതിനുശേഷം പിന്നെ ഇവിടെ കാണുന്നത് കുറേ ഫോട്ടോസാണ്. ഒരു കിച്ചൻ്റെ ഫോട്ടോസ്, പിന്നെ കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് പുതിയണ്ണ് പോകുന്ന, അതായത് മണവാട്ടി പോകുന്നൊരു ഫോട്ടോ ആണ്. പിന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാകുന്നിരിക്കുന്നു. വേറെ കിച്ചണിലൊക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കല്യാണ ഫോട്ടോസാണ്. ഈ വീട് മുഴുവൻ കാണുന്നത് കല്യാണം. ഇനി ഇവിടെ കാണുന്നത് ഇവരെ ബ്രൈഡൽ ജ്വല്ലറീസാണ്. ബ്രൈഡൽ ജ്വല്ലറീസ്, അതുപോലെ ഡ്രസ്സിന് ഒരു പേര് പറയുന്നുണ്ട്. അവർ ജലബിയ പറഞ്ഞിട്ട് പേര് പറയുന്നുണ്ട്. അവരുടെ ആഭരണങ്ങളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇത് ഒരു എന്താ ഇതിന് പറയാം, മജ്ലിസ് അങ്ങനെ അങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഗഹവ കുടിക്കുന്നു. അതുപോലെ തന്നെ ഈത്തപ്പഴം മുന്നിൽ തിരികുണ്ട്. ഒരാൾ അവിടെ നിന്ന് വാല നെയ്യുന്നു. ഷേഖന്മാരൊക്കെ ഇരുന്നിട്ട് ഇവിടെ വർത്തമാനം പറയുന്നത് ഗഹവ കുടിക്കുന്നു. ഒരു മജ്ലിസ് കറക്റ്റായിട്ട് അങ്ങ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. കറക്റ്റ് ഇതുപോലുള്ള മജ്ലിസൊന്നും ഇപ്പോൾ കാണാൻ കിട്ടൂല. കാരണം ഇതൊക്കെ ഒരു പുതിയ ടെൻറ്റിലേക്ക് മാറിപ്പോയി. ഇപ്പോൾ ഇതെല്ലാം വേറെ പഴയ മജ്ലിസാണ്. ഇങ്ങനത്തെ ഒരു മജ്ലിസൊക്കെ ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മ്യൂസിയത്തിൽ തന്നെ വന്നേ പറ്റും, പുറത്തോടി നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു വളരെ പഴയ ഒരു വലിയൊരു മജ്ലിസിൻ്റെ ആ മജ്ലിസ് കുറച്ച് ആൾക്കാരുണ്ട്. ഫോട്ടോ കാണുന്നതിൽ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ കാണുന്നത് മുകളിൽ പ്ലേറ്റ് കാണുന്നുണ്ട്. താഴെ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ. ഇതൊക്കെ കണ്ടാൽ ഈ ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഫോട്ടോസാണ് ഇത്. ഖുർആൻ്റെ വാക്യങ്ങളൊക്കെ എഴുതി വേണ്ട അസുഖങ്ങളൊക്കെ എഴുതുമ്പോൾ ഖുർആൻ്റെ വാക്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് കലക്കി വെള്ളം എഴുതിയ പ്ലേറ്റിൽ വെള്ളം കുടിക്കുക, അതുപോലെ ഉറുക്ക് എഴുതി കെട്ടുക. അതിൻ്റെയൊക്കെ ഒരു പ്രദർശനമാണിത്. അതിൻ്റെ പ്രദർശനമല്ല, പണ്ട് പോലെ ചികിത്സിച്ചുകൊണ്ടിരുന്ന വേറെ ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ ഒരുപാട് പിന്നെ മുറിവണക്കുന്നതും മസാജ് ചെയ്യുന്നതും എല്ലാ അസുഖങ്ങളൊക്കെ ഒന്ന് കണ്ട. എല്ല് പൊട്ടിയിട്ടല്ല, എല്ല് പൊട്ടിയിട്ടൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരുന്ന ഒരു ഫോട്ടോസാണ് ഈ കാണുന്നത്. അതുപോലെ മരുന്ന് വെക്കുന്ന കടകളും ഒരുപാട് കാണാനുണ്ട്. ഇതൊക്കെ ഒരു ഇവരുടെ ഒരു ആയുർവേദിക്, ഇവരൊരു ഹെർബൽ ചികിത്സയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ദുൽഹജ്ജ്, അതായത് വലിയ പെരുന്നാളിൻ്റെ തലേദിവസം ദുൽഹജ്ജ് 9 അവർ കടലിൻ്റെ അവിടെ പോയിട്ട്, കടലിൻ്റെ മുന്നിൽ പോയിട്ട്, കടലിൻ്റെ നേരക്ക് പോയിട്ട് അവർ ദുൽഹജ്ജിന് അവർ ഇവിടെ കടലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. സെലിബ്രേറ്റ് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും അവർ എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ളതാണ്. ദുൽഹജ്ജ് എന്തായാലും മക്കയിൽ ഹജ്ജ് നടക്കുമ്പോൾ അവരിവിടെ വന്നിട്ട് പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നതാണ്. അതിന് പറയുന്നത് സോങ് ഓഫ് ഹിയാബിയ. താഴത്തെ എഴുതിയിട്ട് കണ്ടാണ് സോങ് ഓഫ് ഹിയാബിയ. അതാണ് ആ ആഘോഷത്തിൻ്റെ പേര്. ഇപ്പോഴും അത് ചില ആളുകളൊക്കെ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നുണ്ട്, ചില അടുത്തില്ല. ഈ ഇരിക്കുന്ന വലിയൊരു ചെല്ലപ്പെട്ടി, ഈ മേലെ നിൽക്കുന്ന വലിയൊരു കൊട്ട, ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഈ 2 സാധനം ഞങ്ങളുടെ വീട്ടിൽ ക്ഷമിത. ഈ കാണുന്ന 2 സാധനം നമ്മുടെ വീട്ടിലുണ്ട്. ഇതൊക്കെ ഒരുപാട് ഫോട്ടോസാണ്. ഇവർ പണ്ട് നഴ്സറി, അതായത് ഡ്രസ്സുകൾ തുന്നിക്കൊണ്ടിരുന്ന ഒക്കെ ഫോട്ടോസ്. ആ ഡ്രസ്സിൽ തുന്നാൻ ഉപയോഗിച്ചിരുന്ന നൂലുകൾ, തൊപ്പി, അതുപോലെ കുട്ടികളുടെ തണുപ്പത്ത് കുട്ടികളൊക്കെ തലമുട്ട് ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് കുട്ടികൾക്കുള്ള ഈ കാണുന്നത്. ഇവർ ട്രഡീഷണലാണത്. വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഇത്. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നത് ഇതുകൊണ്ട് ഇവർ അറബികളിലെ ഒരു 80കളിലൊക്കെ ഉള്ള ഒരു ട്രഡീഷണൽ രീതികളാണ് ഈ കാണുന്നത്. ഇതും അതുപോലെ തന്നെ അവർ വസ്ത്രം നെയ്ത് വിൽക്കുന്ന
സ്റ്റാൾ പോലെ ഒരു മജ്ലിസ് പോലെ ഉണ്ടാക്കിയത് രൂപകൽപ്പന ചെയ്ത് വെച്ചതാണ്. അവരിപ്പോൾ ഈ വെള്ളി അതുപോലെ സ്വർണം അതുകൊണ്ടൊക്കെയുള്ള നൂലുകൾ കൊണ്ടാണ് ഈ ഡ്രസ്സുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു പഴയകാല ഫോട്ടോസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളി സ്വർണത്തിൻ്റെ നൂല് പൂക്കുന്നതാണ് കാണിക്കുന്നത്. സ്വർണം വെള്ളി നൂലാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വലിയ വലിയ ഷേഖന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾക്ക് വേണ്ടി പണ്ടത്തെ കാലത്ത്. ഇതെല്ലാം ഈ കാണുന്ന സ്റ്റാച്ചു ലേസ് എംബ്രോയിഡറി ഉപയോഗിക്കുന്ന ലേസ് നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. ഇതും അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പുറത്ത് നിൽക്കുന്നത് നമ്മൾ കന്തൂറ എന്ന് പറയും, നമ്മൾ ഭക്ഷണ ഇവർ തൂക്ക് എന്നാണ് പറയാം. ആണുങ്ങൾക്കുള്ള അവർ തോളിട്ടിരിക്കുന്ന തുണിക്ക് പറയുന്നത് കത്ര, തലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന വട്ടിന് പറയുന്ന പേര് അഗാൾ. അതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ പച്ച ഈ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സും ഇവരും ഇതിന് നോർമലി ഇതിന് ജലേബി എന്ന് പറയും. പിന്നെ സൂപ്പ് മിസാൽ എന്നും പറയുന്നുണ്ട് ഇതിന്. അത് ചെറിയ പറഞ്ഞൊരു തുണി കൊണ്ടാണ് അധികം ഉണ്ടാക്കുക. അതിന് മുകളിൽ ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഫോട്ടോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. പിന്നെ ഇത് വേറൊരു കറി ടോപ്പ്. അപ്പുറത്തേക്കുന്ന ആൾ തലമ്പ് വെള്ളം വെച്ചുകൊണ്ട് ശരിക്കും കണ്ടിട്ടില്ല. ഈ തലമ്പിരിക്കണ കറുപ്പ് വട്ടിനാണ് പറയുന്ന ആൾക്കാർ. ഈ തോളിട്ടിരിക്കുന്ന ഡ്രസ്സിന് കത്ര. ഇതൊരു ഇതും അതുപോലെ തന്നെ ഇവര് പഴയ കാലത്തിലെ സമ്മർ ഹൗസാണത്. ഇത് ഉണ്ടോ മണ്ണ് വെച്ചിട്ട് ചുമരുണ്ടാക്കി അതുപോലെ തന്നെ ഒരു കോളനി പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈത്തപ്പന ഓല കൊണ്ട് നടന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. നടുവിലൊരു കളിസ്ഥലം, 4 സൈഡിലെ വീടുകൾ. ഇതിനു മുകളിൽ വിവരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഇതൊരു പണ്ടത്തെ കാലത്തെ ഷേഖന്മാരുടെ വീട് പോലെ തോന്നുന്നുണ്ട്. അതെ, പണ്ടത്തെ കാലത്ത് അവർ കൺസ്ട്രക്ഷൻ ചെയ്തത് എങ്ങനെയാണല്ലേ, കൊട്ടൽ മണ്ണ് വാരിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ വെച്ചിരുന്ന കൊട്ട, കൈക്കോട്ട്, ആമർ, തേപ്പ്, കരണ്ടി, മട്ടം തൂക്കട്ട ചെയ്യുന്നുണ്ടോ, കട്ടയും നൂലും, അതൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണത്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. മണ്ണ്, ഈത്തപ്പനയുടെ ഓലകൾ, മുള, കല്ല്. ഇവരെ മണ്ണിന്മേൽ രൂപപ്പെട്ടിരിക്കുന്ന കല്ലാണ്. ഈത്തപ്പനയുടെ തടികൾ അതൊക്കെ വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ആ കൺസ്ട്രക്ഷനാണ് ഈ കാണുന്നത്. റൂഫ് മെയിൻ വരുന്നത്, റൂഫും അതുപോലെ തറകളൊക്കെ നിർത്തിക്കുകയാണ്. അതുപോലെ തന്നെ കൊത്തുപണി, ചിത്രപ്പണി നടത്തുന്നത്. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ ഓരോ എക്സ്പ്ലനേഷന് ശേഷം ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ. ഒക്കെ അതിൻ്റെ പിക്ചേഴ്സാണ്. അതുപോലെ മേലെ പൂജ,
പിന്നെ ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങൾ, പിന്നെ ഈ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ ഒരു ഇതൊക്കെ ഒരു സാധനങ്ങൾ, പണ്ടത്തെ ഉരുളി പോലത്തെ സാധനം. ഇത് കുറച്ച് ബോൺസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അല്ല ഇതൊക്കെ ഇവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ഇതൊരു സാർ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നും സാമ്പ ടൗൺ എന്ന് പറയുന്ന സ്ഥലങ്ങൾ വില്ലേജിൽ നിന്നും കിട്ടിയിട്ടുള്ള സാധനമാണ്. ഇത് പണ്ട് ബേക്കറി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ കുറേ ഇതൊക്കെ ഇവർക്ക് ഇവിടെ നിന്നൊക്കെ കുഴിച്ചിട്ട് എക്സ്കവേഷൻ നടക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. കുറേയൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, കുറേയൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ കുറച്ച് ആയുധങ്ങളൊക്കെ പോലുള്ള സാധനങ്ങൾ, കത്തി ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കോപ്പർ ആർട്ടിഫാക്ട് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഡേഞ്ചറസ് ടു ഈച്ച് സൈഡ്. രണ്ട് ഇരുതല മുറിച്ചുള്ള ആയുധങ്ങളാണ് ഇന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കോപ്പറിൻ്റെ ആണ്. അതുപോലെ തന്നെ ഈ കാണുമ്പോൾ എല്ലാം ഇതൊരു പുതിയതായിട്ട് ഇവർ ഉണ്ടാക്കി ഒടുവിൽ എക്സൈസ് നടക്കുമ്പോൾ ഇതിൻ്റെ മധുര കിട്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കുറേ സാധനങ്ങൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വിശദീകരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കണ്ടാൽ ഒരു കൊത്ത വില്ലേജ് ഉണ്ടാക്കുന്ന ഹൗസിംഗ് കോളനി, പഴയ കാലത്തെ ഹൗസിംഗ് കോളനി അതുപോലത്തെ ഒരു സാധനം പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഒരു സെക്യൂരിറ്റി കാരനൊക്കെ ഉണ്ട് വരാണ്ട. പിന്നെ ഇവിടെ മീൻ നോക്കണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴുത അവിടെ നടന്നു വരുന്നുണ്ട്. ഒരു കഴുത ഇവിടെ നടന്നു വരുന്നുണ്ട്. അത് ഇവിടെ വന്നാൽ സിറ്റി ഗേറ്റ് ആണ്. സിറ്റി ഗേറ്റ് ഓക്കെ. സിറ്റി ഗേറ്റ് മാർക്കറ്റിൽ കിടക്കുന്ന ഒരു ഗേറ്റ്. ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ നാട്ടിലെ പഴയ ഒരു സിനിമ, നസീറിൻ്റെ അല്ലെങ്കിൽ അട്ടർബാസിൻ്റെ പഴയ കാലത്തൊരു സിനിമ, ഒരു ഈ രാജകീയ കഥകളൊക്കെ ആയിട്ടില്ലേ, അതുപോലത്തെ അതുകൊണ്ട് ആനക്കൊമ്പെല്ലാം കയറ്റിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. ആനക്കൊമ്പ് വണ്ടി കയറ്റുന്നു, ലോഞ്ച് നിൽക്കുന്നത് അപ്പുറത്ത്. ആ പഴയ കപ്പലുണ്ട്, പണ്ടത്തെ പഴയ കപ്പൽ. നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് പഴയ സിനിമകളിലത് അനുകരിച്ചിട്ടുണ്ട്. ഈ മറ്റേ അങ്ങോട്ട് സ്വർണം കൊടുക്കുക, ഇങ്ങോട്ട് സ്പൈസസ് കൊടുക്കുക, അവിടെ അതുപോലുള്ള പരിപാടികൾ കുറേ നടന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ സ്മരിപ്പിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു വലിയ ഭരണി, ഈ ഭരണി കിട്ടിയ സ്ഥലം. അതേപോലെ തന്നെ നല്ല പാറക്കല്ല്, ചുണ്ണാമ്പ് കല്ലാണ് വെട്ടി, നമ്മുടെ നാട്ടിലെ ചെങ്കല്ല് പോലെ വെട്ടി കറക്റ്റാക്കി വെച്ചിരുന്നു. അവർ വീട് പണിക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പണ്ട് കാലത്ത്. ഇവിടെ വെച്ച് ചിത്രം കൊത്തി വെച്ചതുണ്ട്. പിന്നെ കാണുന്ന അവിടെ സ്ഥലത്തിൽ കുറച്ച് പാത്രങ്ങൾ, അധികം പഴക്കമില്ലാത്ത കുറച്ച്, അത്രയും പഴക്കമില്ലാത്ത കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം നമ്മൾ നേരത്തെ അവിടെ കണ്ട സാധനങ്ങൾ, ഇരുതലം മുറിച്ചുള്ള ആയുധങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ്. പക്ഷിയുടെ മുട്ട, അതെ, ഇത് ഓസ്ട്രിച്ച് എഗ്ഗാണ്, എഗ് ഷെല്ലാണിത് കംപ്ലീറ്റ്. ഇതെല്ലാം ഈ കടൽ തീരത്ത് നിന്ന് കിട്ടുന്ന ഷെൽസ് വെച്ചിട്ടുണ്ടാകുന്ന, ഷെല്ലുകൾ വെച്ചിട്ടുണ്ടാകുന്ന ആഭരണങ്ങളാണ്. മാല, വള, ഇതെല്ലാം ഈ മുത്ത് കിട്ടുന്ന അതിൻ്റെ ഷെല്ലാണ്, മുത്തിൻ്റെ ഷെല്ലാണ്, തേളുടെ ഷെല്ലാണ്. ഇതൊക്കെ വീണ്ടും ഇതിലെല്ലാം ഓരോ സ്കിൽട്ടൺ കാണുന്നുണ്ട്. ഇതും മനുഷ്യരെ കഥടക്കുന്ന സംഗതികളാണെന്നാണ് തോന്നുന്നത്. അവിടെ അതിലെല്ലാം സ്കിൽട്ടണാണ് കാണുന്നത്. ഇതൊക്കെ ഇവരെ പഴയ സമ്പ്രദായമായിരിക്കാം.
ഇതുവരെ പണ്ടത്തെ കാലത്ത് ഖബർ മറവ് ചെയ്തിരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. അടിയിൽ ഖബറുണ്ടാവും. ഈ ഖബറിൻ്റെ മേലെ ഇത് കഴിഞ്ഞ ശേഷം ഒന്നായിട്ട് മണ്ണ് കൊണ്ട് തട്ടുന്ന ഒരു പ്രകൃതി ഇവർക്ക് ഉണ്ടായിരുന്നത്. അതിലേക്ക് കണ്ട ഒരു ഉടുമ്പ് എന്തോ ഒരു സാധനമായിട്ട് ഇറങ്ങിപ്പോകുന്നു, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്. ആ ഖബറിൻ്റെ ഒരു ഭാഗമാണ്, മണ്ണിട്ടതിൻ്റെ ഒരു ഭാഗമാണ് കാണിച്ചത്. ഇനി ആ ഖബറിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ പോയിട്ട് കാണിക്കാം. ഇത് കണ്ടോ ഖബറിൽ കിടക്കുന്ന ഒരു സ്കിൽട്ടൺ. പണ്ടത്തെ കാലത്ത് ഇതിലിങ്ങനെയാണ് മറമാടിയത്. കല്ല് വെച്ചിട്ട് ഇതിന് കൊണ്ട് കല്ല് വെച്ചു. ആ മരിച്ച ആ ആൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, സാമഗ്രികൾ, അതായത് അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളടക്കം അവരിട്ടിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് 4 സൈഡിലും കല്ല് വെച്ചിട്ട് കിടക്കും. അതിൻ്റെ മേലെ മണ്ണ് കൊണ്ടുപോയി കൊട്ടും. ആ മറ്റേ ആലി ബോരി ആ ഭാഗത്തൊക്കെ എപ്പോഴും ഇതുപോലത്തെ സംഗതികൾ എപ്പോഴും കാണാം. കുറേ പേര് കുഴിച്ചെടുത്തു, കുറേ കുഴിച്ചെടുത്തിട്ടില്ല. പണ്ട് കാലങ്ങളിൽ ഇവരിങ്ങനെയായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആ ആൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൊത്തം, പൈസ ആയിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ, വെള്ളി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരുപയോഗിച്ചത് മൊത്തം അവിടെ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്തിട്ടുള്ളത് കാലങ്ങൾക്ക് മുന്നേ. ഇതൊരു മാസ് ഗ്രേവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇത് ഖബറിന് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഒരുപാട് ആൾക്കാരെന്തോ അസുഖം വന്നിട്ട്, അസുഖപ്പെല്ലാരെന്തോ വന്നിട്ട് ഒരുപാട് കൂടുതൽ ആൾക്കാർ മരിച്ചപ്പോൾ അവർ ഒന്നിച്ച് കബറടക്കിയ സ്ഥലമാണ് കാണുന്നത്. ഇത് ഖബറെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാസ് ഗ്രേവി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനോട് ഇപ്പുറത്തും കാണാനുള്ളത് ഒരു കുഞ്ഞു സ്കിൽട്ടൺ, അത്യാവശ്യം വലിയ സ്കിൽട്ടൺ. ഇതെല്ലാം നമ്മുടെ നാട്ടിലും പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അന്നങ്ങാടി. കാരണം വയസ്സായിട്ടും മറ്റു പോകാത്ത ആൾക്കാരെ കുടത്തിലാക്കി അടച്ചുകയറി അന്നങ്ങാടി സമ്പ്രദായം നമ്മുടെ നാട്ടിലും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ അടുത്ത പ്രാവശ്യം കോഴിക്കോട് ആ ഭാഗത്ത് നിന്നു നെല്ലങ്ങാടി കിട്ടിയിട്ട് അത് നിധിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരവിടെ കുഴിക്കാനും ഒക്കെ നടന്നിരുന്നു. കുറച്ചൊന്നും അധികമായിട്ടൊരു ഒന്നര കൊല്ലം മുന്നെയാണ് തോന്നുന്നത്. ഇതൊരു വീടിൻ്റെ ഒരു നടുത്തളം അങ്ങനെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇവിടെ കോഴി, നമ്മളെ സുജിത്ത് ഭായി ML ജോർജും പറഞ്ഞ മാതിരി ദേശമുറുകി ഉണ്ട് ഇവിടെ. അപ്പുറത്തൊരു പൂച്ച, കുട്ടി, ഒരു പെൺകുട്ടി, ഒരു ഉമ്മ അവിടെ തൊട്ടിൽ കെട്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അവിടെ. ഒരു വീട്ടിൻ്റെ ഒരു നടത്തണം അങ്ങനെ അത്രയും കണ്ടു ചിത്രീകരിച്ചിരിക്കുകയാണ്. ഞാനിനി ഒരു കണ്ട് സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാറ് ഇതാ, ഈ കാറ് ബൈക്ക്. ഈ കാറിൻ്റെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ട്. ഈ കാറിൻ്റെ പിക്ചർ അത് ഉപയോഗിച്ചിരുന്ന ആൾക്കാരെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മരണപ്പെട്ടു പോയ ഷെയ്ഖ് വെള്ളം ഉണ്ടാവുന്നതാണ്. വേണ്ട, നല്ല അടിപൊളി കാറ് വേണ്ട. ഈ കാറിൻ്റെ ആർക്ക് ബുക്കും ചാവിയും മേടിച്ചിട്ടുണ്ട്. ഇത് ഡൊണേറ്റ് ചെയ്തത് മരിച്ചുപോയ അമീർ ഹിസ് ഹൈലറ്റ് ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫ ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ജൂൺ 2, 1995 സംഭാവന ചെയ്ത കാറാണിത്. ഇവിടെ കണ്ടോ, കുബൂസാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുബൂസ് ഇരിക്കുന്നുണ്ട്. കുബൂസുള്ള അതിനുള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു കുബൂസ് തന്തൂരി കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുബൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരും കറക്റ്റ്, അവരുടെ ഡ്രസ്സും കറക്റ്റ്. പിന്നെ ആ
തന്തൂരി അടുപ്പിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ശരിക്കും തീയാക്കുന്ന പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ നോക്കാം. അടുത്തത് ഒരു ഹലവക്കടയാണ്. ഇത് തഹീൻ, ഇപ്പുറത്തെ ഹലവ, താഴെ ജിലേബി, അപ്പുറത്ത് ലോഡ് ചെയ്യുന്ന ഒരാൾ, ഒരു ലേബർ അവിടെ ഇരുന്നിട്ട് ഹലവ ഉണ്ടാക്കുന്നുണ്ട്. മുടി വെട്ടുന്ന കട, ആ ഒരു ട്രഡീഷണൽ ഫാന് മേലുള്ള ഷോപ്പ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ ആ പള്ളിയറയിലൊക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ കയറ് പിടിച്ച് ആട്ടി കഴിഞ്ഞാൽ മേലെ പ്രപഞ്ച കട്ടിലിൻ്റെ മേലെ ഒരു കുഞ്ഞിട്ട് ആടി കാറ്റുള്ളത്. അത് കണക്ക് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ കണ്ണാടി, പാത്രം, അവരെ കല്ല്, ബ്ലേഡ് മുതലായ സാധനങ്ങളെല്ലാം ഇവരൊക്കെ ഇവിടെ കൂടെ വരും. ശേഷം ഇതൊരു കരിവാനും മൂശാലിയാണ്. കിണ്ണൊക്കെ ഉണ്ടാക്കുന്നത്, കിണ്ണും ചെമ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ മൂശാലി, അറബി മൂശാലി. ഇവിടെ അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം. ആ ഫ്രണ്ടിൽ പറയുന്നല്ലേ, ഫ്രണ്ട് പത്താറാണ്. അത് അറബി സ്വർണ്ണ പണിക്കാരൻ, അറബി കൊണ്ടുണ്ട് സ്വർണ്ണ പണിക്കാർ. ഇപ്പം ഒന്നും കാണാൻ കഴിയില്ല, ഇത്ര ജനങ്ങൾ ഉടമകളെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇപ്പുറത്ത് എന്താ കാണിക്കുന്നത്, വെൽഡ് ചെയ്യുന്ന കൊല്ലൻ്റെ ആല. ഓക്കെ, ലൈറ്റില്ല ഇവിടെ, ഒരുപാട് ആളെ തൂക്കിയിട്ടിട്ടുണ്ട്, ലൈറ്റ് കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ സാധനം ഇപ്പോൾ കാണിച്ചാൽ ചെരുപ്പ് കുത്തിയായിട്ടുള്ള പണ്ടത്തെ ഒരാൾ. അതുപോലെ തന്നെ നജ്ജാറ്, ആശേരിക്ക് കാർപ്പൻറ്ററിന് അറബിയിൽ നജ്ജാർ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കാർപ്പൻ്റ് പണി വേണ്ടിക്കുന്ന ഒരു പഴയ അറബി. ഒരു പുകല കച്ചവടക്കാരൻ, ഒരു ടൈലർ എന്ന് പറഞ്ഞത് അറബിയിൽ ഖേത്ത് എന്ന് പറയും. അതിൻ്റെ ഒരു കട. ഒരു ഇപ്പുറത്ത് ഇതെന്താ, ഒരു പലചരക്കട, മരുന്ന് കട, ഒരു കൊത്തുമരുന്നിൻ്റെ ഒരു കട. പണ്ടത്തെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആയുർവേദ മരുന്ന് കട, വൈദ്യര്. ഇതുവരെ കച്ചവടം. മറ്റത് അനാദിക്കട എന്ന പലചരക്കുകൾ, പലവ്യഞ്ജനങ്ങൾ വെക്കുന്ന പലചരക്ക് വെക്കുന്ന കട. അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പ്, ഒരു ശീശക്കട. ചായ കുടിച്ചിട്ട് ശീശ വലിച്ചിരിക്കുന്ന രണ്ട് അറബികൾ. അപ്പുറത്ത് ഒരാൾ ചായ ഉണ്ടാക്കുന്നു, ഒരു ഗ്രാമഫോൺ. അന്നും ഒരു പ്രിയപ്പെട്ടതാണ് സംഗീതം. അതുപോലെ തന്നെ അവിടെ തലക്കിരിക്കുന്ന പണ്ടത്തെ റേഡിയോ. ഈ റേഡിയോ നമ്മുടെ നാട്ടിലിപ്പോൾ കാണും, മ്യൂസിയത്തിൽ പോലും കാണാൻ കിട്ടുന്നില്ല. എന്താ പണ്ടത്തെ നൂറ്റാണ്ടുകൾ മുന്നുള്ള ഇവരുടെ ജീവിതശൈലിയാണിത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവരവിടെ എത്തി. ഇന്ന് നമുക്ക് അന്നം നിറഞ്ഞ നാടിൻ്റെ പഴയ കാലത്തുള്ള ഒരു ചരിത്രമാണ് നമ്മൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് വേറെ ഒരു സാധനങ്ങളുണ്ടായി കാണിച്ചു. ഇതും ഒരു എന്താ പറയുക, ചന്ത. അങ്ങനെ ഇവിടെ പറിച്ചു നട്ടിക്കാണ് പണ്ടത്തെ കാലത്തൊരു ചന്ത. ഒരു സ്ത്രീ ഇരുന്നിട്ട് ഈ ചെരുപ്പും മതിയടി പെട്ടി, അതുപോലെ കുറച്ച് സാധനങ്ങളെല്ലാം വിൽക്കുന്നത്, തുണി വിൽക്കുന്ന ഒരു സ്ത്രീ. ഇവിടെ വെജിറ്റബിളും ഫ്രൂട്ട്സും വിൽക്കുന്ന വേറൊരാണ്. ഇതിൽ ഈ കാണുന്ന ഈ മഞ്ഞയും ഈ ചുവപ്പെല്ലാം കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെ പല പല വെറൈറ്റീസാണ്. അതുപോലെ പൊട്ടാറ്റോ, ഒനിയൻ, പിന്നെ എഗ്സ്, ലൂമി. ഇവിടെ എല്ലാം വലിയ ലൂമി കിട്ടുന്നത്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന വലിയ ലൂമി. നമ്മൾ നാട്ടിൽ പോലെ ചെറിയ ലെമണല്ല അവിടെ കിട്ടുന്നത്. തക്കാളിയെല്ലാം ഇരിക്കുന്നുണ്ടോ, കൊട്ടകൾ. ഇത് ഈ കല്ല് എന്താണ് എന്നുള്ളത് ഒന്നും ഏജിച്ചൊന്നും കാണില്ല. ചുണ്ണാമ്പ് കല്ലാണ് തോന്നുന്നത്. ഒന്നും ഏജിച്ചിട്ടൊന്നും കാണാനില്ല. ചുണ്ണാമ്പ് കല്ലായിരിക്കണം. അതും ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കല്ലാണോ?
അങ്ങനെ എന്തോ ആണിത്. ഇപ്പുറത്ത് കൊട്ടകളും ഇതൊക്കെ വിൽക്കുന്ന ഒരു അറബി. ഇത് പരുത്തിക്കട. നമ്മളെ പരുത്തിക്കട എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മറ്റേ ബെഡും തലണൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അല്ല പഞ്ഞിയിലിരുന്ന് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന കട. ഇതുപോലത്തെ കട ഇപ്പോഴും ഇവിടെ ഉണ്ട്. മുഹറത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ഇവരെ ട്രഡീഷണലായിട്ട് ഇവർ മജ്ലിസിലെല്ലാം ഇരുന്നിട്ട് ഇവരെ മജ്ലിസിലൊക്കെ ഇരിക്കാൻ എപ്പോഴും നിലത്തിരിക്കുന്നവരുണ്ട്. സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്, നിലത്തിരുന്നിട്ട് ഈ മജ്ലിസിന് കസേര കുഷനും സാറൊക്കെ ഉണ്ടാക്കി വെച്ച് നിലത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ നോമ്പെല്ലാം അധികം ട്രഡീഷണലിലേക്ക് മാറുന്നേ കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവരിപ്പോഴും ഈ സംഗതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഇതുകൊണ്ട് അതായത് മജീസിലെല്ലാം കുഷനും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോഴും ഈ പഞ്ചായത്ത് ഉണ്ടാക്കുന്നതിലും ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഒരു നെയ്ത്താണ്. തുണി നെയ്യുന്നതും ആണത്. ബാക്കിൽ നെയ്തിട്ടുള്ള തുണികളുടെ ബാക്കിൽ കെട്ടി നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം നെയ്ത്താണ്. ഒരു ചർക്ക ഇരിക്കുന്നുണ്ട് അവിടെ, ചർക്ക. അതുപോലെ തന്നെ ഇവിടെ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അറബി. ഇതിന്റെ ബാക്കിലായിട്ട് ഈ കളിമൺ പാത്രങ്ങൾ നമ്മൾ ചൂളൊക്കെ വെക്കൂലെ, ചൂള ബാക്കിൽ കാണുന്നത് ചൂളയാണ്. അതൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു കരി പോലത്തെ ഒരു ക്രിയേഷനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഒരു പഴയ ട്രഡീഷണൽ ഹൗസിന്റെ ഒരു ഫ്രണ്ട് സൈഡ് ഒരു അറബി സ്ത്രീ അവിടെ ഇരിക്കുന്നു. മുമ്പിൽ കഹവയും ചായയും ഷുഗറെല്ലാം വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ. ഇതൊക്കെ ഒരു കച്ചവടത്തിലിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പായ, നമ്മൾ ഈ കാർപ്പറ്റ് പോലെ പണ്ടത്തെ ഒരു ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റായിരിക്കുന്നത്. ആ കാർപ്പറ്റ് പോലെ കാർപ്പറ്റ് ചെയ്യുന്ന ഒരു അറബി. കൊട്ടമിടയുന്നു. ഇതെല്ലാം ഈത്തപ്പനയുടെ പോലെ വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈത്തപ്പഴത്തിൻ്റെ ഓലയുടെ മടല് വെച്ചിട്ട് ബോട്ട് ഉണ്ടാക്കിയത്, തോണി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മീൻ പിടിക്കാൻ പോകുന്ന വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മീൻ പിടിക്കുന്ന കൊട്ട. ഇത് മീനിനെ ചേരി ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ ചില ഭാഗങ്ങൾ ചോപ്പ് കളറടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചാർക്കോള്, അതായത് തീ കത്തുന്ന ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അവരത്. കേട്ടോ, മീൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നു. അത് മേടിക്കാൻ വന്നാന്ന് തോന്നുന്നു. ബാക്കിൽ സ്ത്രീ നിൽക്കുന്നു. ഈ ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ഷെല്ലിനകത്താണ് പേള് വരുന്നത്. പേളിൻ്റെ അകത്താണ് കിട്ടുക. അതുപോലെ ആയിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു കടലിൽ ലോഞ്ച് എന്നുള്ളൊരു പ്രസിദ്ധി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊരു ടാങ്കാണ്. ടാങ്കിൽ അടിയിൽ വെള്ളം പോകുന്നുണ്ട്. ആർട്ടിസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കടലിൽ ലോഞ്ച് വെക്കുന്ന പറഞ്ഞോളും. മേലെ വലിയ ലോഞ്ച് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ലോഞ്ചാണ്.
ഇനി ഈ കാണുന്നത് മുഴുവൻ പേള് വെച്ചിട്ടുള്ള മുത്ത് വെച്ചിട്ടുള്ള ആഭരണങ്ങളാണ്. മാല, കമ്മല്, അതുപോലെ പിന്നെ എല്ലാ സാധനമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ മോതിരടക്കം അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മാല ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് പേള് വെക്കുന്നത്. പേള് ഈ പേള് വെക്കുന്ന സെല്ലാണ് ഈ കാണുന്നത്. ഈ സെല്ലിനകത്തുനിന്നാണ് ഇവർക്ക് ഈ പേള് കിട്ടുന്നത്. ഇത് കടലിൻ്റെ അവിടെ തെറിയാൻ നടക്കുന്നില്ല. അപ്പോൾ ഇത് ഇവന്മാർ പോകാറുണ്ട് അങ്ങോട്ട്. കപ്പകളുടെ സെല്ലാണിത്. ആ സെല്ലിൻ്റെ അകത്ത് കിട്ടുന്നതാണ് പേള്. ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുത്തുകൾ. ഈ സാധനം കണ്ടോ, ഇതുപോലെയാണ് ഈ ഷെല്ലിനകത്ത് മുത്തുണ്ടാവാറ്. ആ വലിയ ഷെല്ലിനകത്ത് കണ്ട ഒരുപാട് മുത്ത് കൂടി കിടക്കുന്നു. ചിലതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ചിലതിനകത്ത് രണ്ടെണ്ണം ഉണ്ടാവും, ചിലതിനകത്ത് വലുതുണ്ടാവും. ഇത് കണ്ട വലിയ രണ്ടും മുത്തുകൾ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇതുപോലെ ഷെല്ലിനകത്ത് പേരുണ്ടാകാറ്. ഇനി നമ്മൾ കാണുന്നത് മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇസ്ലാം ഇത് പണ്ട് ഖുറാനും ഹദീസുകളെല്ലാം എഴുതി വെച്ചിരുന്നത് കല്ലാണ്. അതുപോലെ ഇത് കണ്ട നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഇല്ലത്തിനൊക്കെ ഉണ്ടാവൂലേ, എന്താ പറയുക, ഇല്ലത്തിനും മരപ്പടിക്കൊക്കെ കുത്തുപണി കൊടുത്തിട്ടുള്ള ഓരോരോ തൂണ്. ആ തൂണ് പോലത്തെ രണ്ട് തൂണാണ് കണ്ടി. നമ്മുടെ അടുത്തിലാന്ന് പറയും. അവിടെ ഇവിടെ കണ്ട് ഫോട്ടത്തിൽ കണ്ട് നിരത്തി വെച്ചിരുന്നു. ഇവരെല്ലാം ഇവർ കൊണ്ടുവന്നിരുന്നതാണത്. ഈ കാണുന്നത് ടൈലൂസ് ഫോർട്ടാണ്. ഈ ടൈലൂസ് ഫോർട്ട് ബഹ്റൈനിൽ നിർമ്മിക്കപ്പെട്ടത് ബിറ്റ്വീൻ 100 BC മുതൽ 100 AD അത്ര സമയം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. നല്ല സാധനങ്ങൾ ഇരിക്കുന്നത്. ആൻറ്റിക്യൂസ് സാധനം, പോക്ക്, ഖുർആൻ ഷരീഫാണ്. പണ്ടത്തെ കാലത്ത് ഖുർആനുകളാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് കംപ്ലീറ്റ് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്.